നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അന്ന് പൈസ എടുത്തു വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ കുറേ പേരുടെയെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. എല്ലാവരുടെയും കാര്യം നടന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം മൈത്രേയ മുഹൂർത്തം വരാറുണ്ട്. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് 25/1/2025 25/1/2025 പുലർച്ചെയാണ്. 8-ാം തീയതി ഉച്ചയ്ക്ക് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പുലർച്ചയിലാണ്. സാധാരണ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു മൈത്രേയ യോഗമാണ്. ഒരു യോഗം, അതായത് ചൊവ്വയുടെ ക്ഷേത്രത്തിലുള്ള ചൊവ്വയുടെ രാശിയിലുള്ള നക്ഷത്രം. ഒന്ന് മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം, അശ്വതി രാശി, മേടൻ രാശിയും അതുപോലെ തന്നെ രാശിനാഥനും ലഗ്നാധിപനും ഒരേ രാശി വരുന്നത്, അതായത് രാശിയും ലഗ്നവും ഒരേ സമയം വരുന്ന സമയമാണ് നമ്മൾ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തമായി എടുത്തത്. അശ്വതി നക്ഷത്രവും മേട ലഗ്നവും. അശ്വതി നക്ഷത്രം മേടക്കൂറായതുകൊണ്ട് ആ ദിവസത്തെ നിൽക്കുന്ന ഒരു രാശിയിൽ ലഗ്നം എന്ന് പറയുന്നത് 2 മണിക്കൂർ 20 മിനിറ്റൊക്കെ നിൽക്കും. അപ്പൊ ആ സമയത്ത് തുടങ്ങുന്ന എന്ത് കാര്യങ്ങളും ശുഭമായി വരും. മൈത്രേയം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയാൽ അതൊക്കെ സഫലമാകും, അതിനൊരു പൂർത്തീകരണം ഉണ്ടാകും, നല്ല ശുഭപര്യവസാനി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്ത് ഒരു പ്രത്യേക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ നമ്മൾ എന്ത് കാര്യമാണോ നടക്കേണ്ടത് ആ കാര്യം മനസ്സിൽ ഒരു വെള്ള പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് ഒരു ഏലക്കയും ഒരു 20 രൂപയും ഒരൊറ്റ രൂപയോ അല്ലെങ്കിൽ ഒരു 10 രൂപയും ഒരൊറ്റ തൊട്ടും ഒരു നാണയവും ഒരു തൊട്ടും ഒരു നോട്ടും കൂടി നമ്മൾ എടുത്തു വെച്ച് ഏതെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ, അത് ഏലക്ക ആയിക്കോട്ടെ, ഗ്രാമ്പു ആയിക്കോട്ടെ, ജാതിപത്രി ആയിക്കോട്ടെ, ഇഷ്ടമുള്ളൊരു സുഗന്ധദ്രവ്യം കൂടെ ചേർത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ആവശ്യം എഴുതിയ പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ മീതെ ഒരു നോട്ടും ഒരു തുട്ടും വെച്ചു. എന്നിട്ട് ഏലക്കയോ കരയാമ്പൂവോ ജാതിപത്രി എന്തെങ്കിലും ഒന്ന് വെച്ച് പൊതിഞ്ഞ് ഒരു കവറിൽ സൂക്ഷിക്കുക. എന്നിട്ട് അതിൻ്റെ ഡേറ്റും എഴുതണം. 8/1/2025 നമ്മൾ എഴുതിയിട്ട് മൈത്രേയ മുഹൂർത്തത്തിൽ കാര്യം നമ്മൾ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഓർത്തു വയ്ക്കാനാണ്. അതവിടെ എടുത്തു വെച്ചു. നമ്മുടെ ആവശ്യം, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിയുമ്പോൾ അത് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം എന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും. പ്രോസസ്സിനൊന്നും മാറ്റമില്ല. പക്ഷെ അന്ന് അശ്വതി നക്ഷത്രമാണെങ്കിൽ 25/1/2025 പുലർച്ചെയാണ് ഇത് വരുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയും. 2:30-നും 3:30-നും ഇടയ്ക്കുള്ള സമയം. 2:30 AM-നും 3:30 AM-നും ഇടയ്ക്ക് പുലർച്ചെയാണ്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് കഴിയുന്നവരെല്ലാവരും. അതും ഏകാദശിയും കൂടിയാണ് അന്ന്. അപ്പോൾ മനസ്സറിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി പുലർന്നാൽ ശനിയാഴ്ചയാവും. ആ സമയത്ത് എന്താവശ്യമാണോ നടക്കേണ്ടത് ആ ആവശ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നമ്മൾ സാധാരണ എന്ത് എഴുതുമ്പോഴും അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം മംഗളമൂർത്തിയായ ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പരദേവതയുണ്ട്, കുടുംബ ദേവതയുണ്ട്. അപ്പം ആ ദേവതയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചു. കാരണം നമ്മളുടെ ആഗ്രഹം നമുക്ക് വീടുണ്ടാവണം, ജോലി ഉണ്ടാവണം, കുടുംബ ബന്ധങ്ങളൊക്കെ നന്നായി തീരണം, നല്ല വിദേശത്ത് പോകാൻ സാധിക്കണം, ബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം തീരുവാനുള്ള വഴി ഉണ്ടാവണം, ലോട്ടറി ഭാഗ്യം ഉണ്ടാവണം. അങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പലതാണ്.
അപ്പോൾ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ സാധിക്കണം, നല്ല രീതിയിൽ ബന്ധങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. ഇതിനൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് ഒരാവശ്യം നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ മനസ്സുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്ന കാര്യത്തിന് ഒരു തടസ്സവും വരാതെ അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. ഞാനിത് സൂക്ഷിച്ചു വയ്ക്കും. ആഗ്രഹം സാധിച്ചു ഒറ്റ പ്രാവശ്യം മാത്രമാണ് അതിന് പ്രോസസ്സുള്ളൂ. പിന്നെ എല്ലാ ദിവസവും എടുത്ത് പ്രാർത്ഥിക്കൊന്നും വേണ്ട. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് എടുത്തു വയ്ക്കുക. അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പ് മിക്കവാറും സാധിക്കും. ചിലപ്പോൾ 2 or 3 മൈത്രേയ മുഹൂർത്തം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കാര്യം സാധിക്കും എന്നുള്ളത് അനുഭവസ്ഥരുടെ അനുഭവം പറഞ്ഞതിലുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു, എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പരദേവത, കുടുംബ പരദേവത, നമ്മൾ ഈ ഭൂമിയിൽ വരാൻ ആരൊക്കെയാണോ കാരണക്കാരായ ആ പരദേവതകളുടെ, അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കുടുംബ പരദേവതകളെ അപ്പം അതെല്ലാം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. കുടുംബ പരദേവത. ഇനി ചിലർക്ക് ഉപാസനാമൂർത്തികളുണ്ടാവും, ചിലർ ഉപാസിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഉപാസനാമൂർത്തി പിന്നെ നമുക്ക് എപ്പോഴും മാർഗദർശിയായിട്ട് അച്ഛനും അമ്മയും തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാര്. പിന്നെ നമുക്ക് മന്ത്രമൊക്കെ ഉപദേശിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുക്കന്മാരെ, നമ്മളെ അക്ഷരം പഠിപ്പിച്ച ഗുരു മുതൽ നമുക്ക് എന്ത് കാര്യവും മാർഗനിർദ്ദേശം നൽകിയ എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. നമ്മളൊരു വലിയ കാര്യമാണ് നമുക്ക് സാധിക്കേണ്ടത്. ആ കാര്യം ഇനി അത്രത്തോളം എനിക്കിത് നടന്നു കിട്ടിയാൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്കിത് നടന്നു കിട്ടണം. ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ഗുരുമുഖാന്തരം, ഗുരുവിനോട് കൂടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കവചം കിട്ടുമെന്നാണ്. അപ്പോൾ ഗുരുക്കന്മാരെ ആശ്രയിച്ചു. പിന്നെ വൃശ്ചിക രാശിയാണ്. അനിഴം നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയുടെ രാശിനാഥൻ എന്ന് പറയുന്ന ഭദ്രകാളിയാണ്, അമ്മയാണ്. അമ്മയുടെ സ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത് 25-ാം തീയതി മിഥുനൻ രാശിയിലേക്ക്, അതായത് കർക്കിടകൻ രാശിയിൽ നിന്നും അമ്മ മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലേക്ക് പിന്നോക്കം പോയിരിക്കുകയാണ്. മിഥുനൻ രാശിയും ചൊവ്വയുടെ ഉത്തമ രാശിയൊന്നും അല്ല. എന്നിരുന്നാൽ പോലും അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മയുടെ ഭദ്രകാളി അമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാവങ്ങളുണ്ട്. ചാമുണ്ടിയായിട്ടുണ്ട്, പത്തിങ്കരാദേവി ആയിട്ടുണ്ട്, മഹാകാളിയായിട്ടുണ്ട്, കൊടുങ്കാളി, കരിങ്കാളി, അമ്മയുടെ ഏത് തെക്കൻ വടക്കൻ ചൊവ്വ, തെക്കൻ കരിങ്കാളി, ഒരുപാട് അമ്മയുടെ ഭാവങ്ങളുണ്ട്. അവരവർക്ക് പരിചയമുള്ള ഭദ്രകാളി ഭാവത്തെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ ഇന്ന് എഴുതാൻ പോകുന്ന കാര്യം എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിച്ചിട്ട് പൂർത്തീകരിക്കാത്തതാണ്. കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് പൂർണ്ണമായും നടന്നു കിട്ടണതുകൊണ്ട് ഞാൻ അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ അമ്മയെ അമ്മയോട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ കാര്യം നടന്നു കിട്ടണം. അമ്മയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യം എഴുതി. അത് ഏത് നിറത്തിലുള്ള പേനകളുണ്ടെന്നോ അങ്ങനെയൊന്നുമില്ല. വരയിട്ടതിലോ വരയിടാത്തതിലോ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ എഴുതി. അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഏത് രാജ്യത്തായാലും ഒരു തൊട്ടും ഒരു നോട്ടും വെച്ചാൽ നല്ലതാണ്. ഒരു കോയിനും വയ്ക്കുക, ഒരു റുപ്പീസിൻ്റെ ഇത്, അതായത് റുപ്പീസ് വേണമെന്നില്ല, ഏതായാലും ഒരു പേപ്പർ ഇത്, ആ രണ്ടും വെച്ചു. അതായത് സിംബോളിക്കായിട്ട് നമുക്ക് ധാരാളം പണം വന്നു ചേരണം. പണം ആഗ്രഹിക്കുന്നവർക്ക്, സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ പണം വന്നു ചേരണം. അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം അത്രത്തോളം വന്നു ചേരുന്നതായി ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന ആഗ്രഹം അമ്മ സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ തൊട്ടും നോട്ടും മടക്കി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു സുഗന്ധദ്രവ്യം, കാരണം എപ്പോഴും ഒരു ഇത് ചേർക്കാനായിട്ട് പറ്റുവാണെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാൽ മതി. പക്ഷെ അതിലൊക്കെ ഏറ്റവും നല്ലത് ഒരു ഏലക്കയോ ഒരു ഗ്രാമ്പോ ഒരു ജാതിപത്രിയോ വച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് ഒരു കവറിലിട്ട് 25/1/2025 എഴുതിയ സമയം, നിങ്ങൾ എഴുതിയ സമയം ഏതാണെന്ന് വെച്ചാൽ ആ സമയം അവിടെ കുറിച്ച് വെച്ചു. മടക്കി ബ്രഹ്മമുഹൂർത്താണ്, അലാറം ഒക്കെ വെച്ച് എഴുന്നേക്കണം. കാരണം അന്നേരം ഉദയവും കൂറും രാശിയും ഒരുപോലെ വരുന്നതിന് വേണ്ടിയിട്ടാണ്. ലഗ്നം ഇരിക്കുന്ന രാശിയിൽ തന്നെ ചന്ദ്രനും ലഗ്നവും ഒരുമിച്ച് വരാൻ ആ സമയമാണ് ഒരു മൈത്രേയ മുഹൂർത്തം.
മുഹൂർത്തം എല്ലാം മിത്രമായി വരുന്ന ഒരു ഭാവം. ആ സമയത്ത് നമ്മൾ എഴുതുമ്പോൾ എല്ലാം സഫലമാകുമെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പം അത് എഴുതി അമ്മയെ പ്രാർത്ഥിച്ച് കവറിനകത്താക്കി സൂക്ഷിച്ച് എടുത്തു വയ്ക്കൂ. ആവശ്യം നടന്നു കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ആവശ്യം തീർച്ചയായും നടന്നു കിട്ടും. 2025 രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം, ഒന്നാമത്തെ മൈത്രേയ മുഹൂർത്തം എഴുതിയവര് രണ്ടാമതും എഴുതുക. നമ്മുടെ ആവശ്യങ്ങൾ ഓരോരുത്തർക്കും, ഇനി ഒരാവശ്യം നടന്നു വെച്ചിട്ട് ആവശ്യങ്ങൾക്ക് ഒരു പരിമിതിയുമില്ല. അത് ഇഷ്ടംപോലെ ആവശ്യങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആവശ്യങ്ങൾ മാറി മാറി എഴുതുക, അതിനനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായും അമ്മ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് വിശ്വസിക്കൂ. ഈ മൈത്രേയ മുഹൂർത്തം എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ 3 മണി മുതൽ 3:30 വരെയുള്ള സമയം എഴുതി മനസ്സമാധാനത്തോടെ മനസ്സംതൃപ്തിയോടെ എടുത്തു വയ്ക്കൂ. ഭഗവതി എല്ലാ അനുഗ്രഹവും തരും. നന്ദി, നമസ്കാരം.